ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് ട്രിവാൻഡ്രത്ത് നമ്മുടെ തച്ചോട്ടാവിന് സമീപമായിട്ട് ഇരട്ടക്കലിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ട് ആ ബസ് റൂട്ടിൽ നമുക്ക് 24 മണിക്കൂറും ബസ് അവൈലബിൾ ആണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഒരു വീട് വരുന്നത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ തന്നെ ധാരാളം വീടുകൾ നമുക്കിതിൻ്റെ ചുറ്റുപാടും തന്നെ കാണാൻ പറ്റും. വീണ്ടും ഫ്രണ്ടിലായിട്ട് വരുന്ന റോഡും കണ്ടോ, നമുക്ക് 2 കാർ സെയിം ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ വൈഡായിട്ടുള്ള ഒരു റോഡ് കൊടുത്തിട്ട് ഒരു ആക്സസ് ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ മെയിൻ നമുക്ക് ഇപ്പം തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത് 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, നമുക്ക് ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ പുറമെ എക്സ്റ്റീരിയർ ലുക്കെല്ലാം തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള നമുക്ക് ഇൻറ്റീരിയർ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ഒരു ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മതിൽ കണ്ടോ, നമുക്ക് ഈ ഒരു മതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമ്മളിപ്പോൾ വീണ്ടും ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നമുക്കിവിടെ ചുറ്റും കണ്ടോ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു വലിയൊരു കാർ നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിയുള്ള ഒരു കാർ പോർച്ചോട് കൂടിയ ഒരു പാർക്കിംഗ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു ചെറിയ കാറൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഫുള്ളും കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ചെടിയൊക്കെ വെച്ചിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലൊക്കെ കണ്ടോ ഗ്ലാഡിങ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നോക്കുമ്പം ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു കാറ് നന്നായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും കൂടാതെ കിണറും നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഗാർഡൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് കാണാം. നമുക്ക് സിറ്റ് ഔട്ട് നമുക്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് 8x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 സ്റ്റെപ്പ് കയറി നമുക്കിവിടെ മുകളിൽ വീടിൻ്റെ എൻട്രൻസ് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫോണിംഗ് ബെല്ലൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കണ്ടോ നമുക്കൊരു പ്ലാന്റ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ സൈഡിലായിട്ട് വാൾട്ടയിൽ കണ്ടോ ഈ ഒരു ഡിസൈനുള്ള ഒരു വുഡിൻ്റെ ഫിനിഷുള്ള വാൾട്ടയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഡോർ നോക്കാം. അപ്പോൾ തേക്ക് തടി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട് ഡോർ വരുന്നത്. അത്യാവശ്യം ഒരു വൈഡായിട്ടുള്ളൊരു ഡോറാണ്. നമുക്ക് ഈ കാണുന്ന പോലെ വൈഡായിട്ടുള്ള ഒരു റോഡാണ്. പിന്നെ നമുക്കിവിടെ കണ്ടോ ഒരു വലിയൊരു ഹാൻഡിൽസാണ് നമുക്ക് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഡോറ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്നത് കണ്ടോ ലിവിങ് ഏരിയയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ്, സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമുക്കിവിടെ ഫർഗോള പോലത്തെ ഒരു സംഭവവും കൂടാതെ ഈ ചെമരിൽ ഫുള്ളും തന്നെ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു പാറ്റേണിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ടോ. പിന്നെ സൈഡിലൊക്കെ നമുക്കിവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, ഡ്രോസ് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് തറയിൽ ടെയിൽ നമുക്ക് ഈ ഒരു ടൈപ്പാണ് ടെയിൽ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 20x15 നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. ഫ്രണ്ട് ഡോർ നമ്മൾ കയറി വന്നത് ആ ഒരു ഭാഗത്തൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു രീതിക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചൈന ഡോൾ ഒരു ചെടി നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലുണ്ടോ ഒരു വെറൈറ്റി ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടോ. അതും കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ നമുക്കിവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 15x15 ഈ കാണുന്ന ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. മുകളിൽ ഇവിടെയും ചെറിയൊരു രീതിയിലുണ്ടോ സീലിംഗ് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് വാഷ് ബേസിങ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു മിററും വാഷ് ബേസിങ് ഉണ്ടോ ഇതാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട്
ഈ ഒരു ഭാഗവും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു യെല്ലോ ഫാമിൻ്റെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15x15 ഇവിടുത്തെ ഡൈമെൻഷൻ വരുന്നത്. നമുക്കപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ ഒരു രീതിക്കാണ്. നമുക്ക് അതാണ് നമ്മൾ കയറി വന്ന ലിവിങ് ഏരിയ അതാണ്. പിന്നെ ഇനി ഇവിടെ നിന്നാണ് സ്റ്റെയർ കയറി മുകളിലോട്ട് പോകേണ്ടത്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന് കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചന് അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുണ്ട് ഒരു ചെറിയ സീറ്റ് കൊടുത്ത് നമുക്ക് ഇവിടെ വെച്ച് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ ധാരാളം ഷെൽഫിലും കണ്ടോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണേണ്ടത് നമ്മുടെ ഇവിടെ കിച്ചനാണ്. അപ്പോൾ 14x12 നമുക്ക് ഈ കാണുന്ന കിച്ചൻ്റെ സൈസ് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് നേരിട്ടൊന്ന് കണ്ടാൽ കുറച്ചും കൂടെ നല്ല കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വൈറ്റും ഈ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക എടുപ്പ് തന്നെയാണ് നമുക്ക് കിച്ചന് വരുന്നത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള ഒരു സിങ്ക് കണ്ടോ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇലക്ട്രിക് ചിമ്മിനി താണ്ട് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടോ ധാരാളം ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടോ ഷെൽഫിൽ നമുക്ക് ധാരാളം ഡ്രോസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഫുള്ള് ബോർഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കിച്ചൺ ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു സിങ്ക് കൊടുത്ത് ഫുള്ള് കവേർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയയാണ്. ക്ലോസ് ആയിട്ടുണ്ടോ, ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് തറയിൽ ടൈലൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ് വർക്ക് ഏരിയ വരുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു പോർഷനിൽ കിണർ പുറകു സൈഡിൽ വരുന്നുണ്ട്. പിന്നെ അതാണ്ട് ഈ ഒരു പോർഷനിൽ അവിടെ നനകല്ലൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീടിൻ്റെ നമ്മുടെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, നമ്മൾ കിച്ചൺ എല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം 12x12 ഡൈമെൻഷനുള്ള ബെഡ്റൂമാണ് കേട്ടോ. ടൈൽ നമുക്കിതാണ് വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിംഗ് ഇതാണ് വരുന്നത്. സൈഡിൽ നമുക്കിവിടെ ഒരു ടെക്സ്ചർ വർക്ക് പോലെ ഒരു ഡിസൈൻ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയെല്ലാം നമുക്കിവിടെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, കർട്ടനായിട്ട് നമുക്കിവിടെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഈ ഒരു കളർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്ത ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു മിററും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളകത്ത് കയറുമ്പോഴത്തേക്ക് നമ്മൾ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. സാറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് സാറായിട്ടുള്ള ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു മിററും നമുക്കിവിടെ ഒരു സിങ്ക് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്കിപ്പം ഈ ഒരു സ്റ്റെയർ കയറിയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. നമുക്ക് ഇവിടെ കയറുമ്പോൾ ഹാൻഡിൽസ് വുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ ഹാൻഡിൽസും ഗ്ലാസും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രത്യേക ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ താഴെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് പുറമെ നോക്കുമ്പോൾ കണ്ട് ഇവിടെ ഒരു, അപ്പോൾ ഈ ഒരു വാളിൽ ഫുള്ള് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഉണ്ട് അവിടെ നിന്ന് വരുന്ന ആ ലൈറ്റിങ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റിങ്ങാണ് നമുക്കിവിടെ ഫാൻസി ലൈറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സൈഡിൽ നിന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് മുകളിലോട്ട് ചെന്നെത്തേണ്ടത്. ഇത് ഫുള്ള് വുഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടാണ് ഹാൻഡിൽസ് ഫുൾ വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കയറി നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഹോളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 28x14 നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലുണ്ടോ ഒരു ഫർഗോളയുടെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് ഉണ്ടോ ഇതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ ഞാൻ പറഞ്ഞ പോലെ 28x14 വരുന്നത്. ഇവിടെ ആയിട്ടൊരു ചെറിയൊരു TV യൂണിറ്റിൻ്റെ ഒരു സംഭവം കൂടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇൻ ഔട്ട് കണക്ഷനും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷൻ, ഒരു ബെഡ്റൂം അവിടെ, ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ, അങ്ങനെ 3 അടുത്തായിട്ടാണ് നമുക്കിവിടെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ലീവിങ് ആയ ഈ ഒരു കോർണറിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് വരുന്നത്. നമ്മൾ കയറി വന്ന സ്റ്റെയർ നമുക്ക് കാണിച്ചു തരാം. ആ ഒരു സൈഡ് വഴിയാണ് നമ്മൾ കയറി വന്നത്. ഓക്കെ, നമ്മൾ താഴെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് ഇറങ്ങി വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച വരുന്നത്. നമുക്കിവിടെ മുകളിലായിട്ടുണ്ടോ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് സീലിങ്ങിലെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. നമുക്ക് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ടൈലൊക്കെ നമുക്ക് ഇതാണ് വരുന്നത്. സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു വാളിൻ്റെ ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു 2 ഡോർ വരുന്ന വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്ലൈഡിങ്ങിൽ നമുക്ക് പുറത്ത് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ളൊരു നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ വരുന്നത്. ഇപ്പോൾ 8x4 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ചെറിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാന്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 8x4 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് PVC ഡോർ തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്കിവിടെ തറയിൽ ഗ്രിപ്പ് ഇടുന്ന ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്ലഗ് പോയിന്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി സിങ്ക് എല്ലാ ഫിറ്റിങ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ കാണുന്ന TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷൻ വരുന്നുണ്ട്. ടൈല് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ്. പിന്നെ നമുക്ക് ഇവിടെ 2 ബ്ലൈൻഡ്സ് ഈ 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബോർഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഫുള്ള് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കണ്ടോ, അപ്പോൾ ഈ ഒരു കളർ പാറ്റേൺ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് നമുക്കൊരു ബെഡ്റൂം ഉള്ളത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇവിടെ 2 വിൻഡോ നമുക്ക് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഈ വാർഡ്രോബും നമുക്ക് 2 ഡോർ തന്നെയാണ് വരുന്നത്. ഒരു വുഡൻ ഒരു വൈറ്റ് തീമിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കാണ് ഇവിടെയും വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട അതേ ഒരു സൈസ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലും ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 16x4 നമുക്ക് ഈ കാണുന്ന ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നതുണ്ടോ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന പോലത്തെ ടൈപ്പ് ടൈലാണ് വരുന്നത്. ഇത്രയും പോർഷനാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ വരുന്നത്. അവിടെ ആയിട്ടൊരു യെല്ലോ ഫോമിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാടും തന്നെ കണ്ട റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് ധാരാളം വീടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് അറിയേണ്ടത്. അപ്പോൾ 83 ലക്ഷമാണ് നമുക്ക് ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഈ വീട് വന്ന് കാണുന്നതിനും നമുക്ക് സംസാരിക്കാനും പറ്റുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോണിനാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടിയ ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
നിങ്ങൾക്ക് അങ്ങനത്തെ വീട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളൊന്ന് അതിൽ അറിയിക്കുക. അപ്പോൾ ഇതുകൂടാതെ നമുക്ക് വേറെ നല്ല വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.